അതിനിടെ കെ സുധാകരന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള നിലപാട് തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തു വന്നു. എന്നോട് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഞാൻ ചോദിച്ചാൽ ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ കുഴപ്പം? കണ്ണൂരിനെ പറ്റി അദ്ദേഹം വികാരഭരിതമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലമാണ് കണ്ണൂർ. അതിനേക്കാളും വലുതാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. അതെനിക്കറിയില്ല. സി പി എംകാർ കൊണ്ടുവയ്ക്കുന്നവര് പറവൂര് പോസ്റ്റ് വെച്ചിട്ട് എന്താ കാര്യം? പറവൂരിൽ എന്താ പ്രശ്നം? പറവൂരിലാണ് അദ്ദേഹം മത്സരിക്കുക, സീറ്റ് ചോദിച്ചേക്കണത്. അത് ഞാൻ മാറിക്കൊടുക്കുക. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത ഒരു തലവേദനയായി ഈ കണ്ണൂരിലെ കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ഘടകകക്ഷികളുമായുള്ള സീറ്റ് ധാരണ അതൊക്കെ മറ്റൊരു വിഷയമാണ്. അതിലൊക്കെ ഒരു ഏകദേശ ധാരണയായൊക്കെ വരുന്ന സമയത്താണ് കെ സുധാകരൻ ഈ രീതിയിലൊരു വെടിപൊട്ടിച്ചത് കണ്ണൂരിൽ. അതുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ പ്രതികരണത്തിലൊക്കെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഇന്നലെയും ഇന്നുമായി വ്യക്തവുമാണ്. ഇന്നലെ അങ്ങനെ ഡയറക്റ്റായിട്ട് പറയാതെ തള്ളിപ്പറയാതെ എന്നാൽ കെ സുധാകരനെ അനുനയിപ്പിക്കുന്ന രീതിയിലായിരുന്നു പ്രതികരണമില്ല. ഇന്ന് കുറച്ചുകൂടി കൃത്യമായ നിലപാടിലേക്ക് നേതാക്കൾ പ്രതികരണം നടത്തുന്നു എന്നുള്ളതാണ്. എം പിമാർ മത്സരിക്കേണ്ട എന്ന് തന്നെ ചില നേതാക്കൾ പറഞ്ഞ് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസിൽ ഈ വിഷയത്തിൽ എന്താണ് ഒരു ഫോർമുല? ഒപ്പം തന്നെ കണ്ണൂരിൽ കെ സുധാകരൻ അത്രമാത്രം സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ആ കണ്ണൂർ ജില്ലയിൽ ഉള്ള കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ആ രീതിയിലുള്ള വികാരമുണ്ട് കെ സുധാകരനോട്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ വിഷയം അവിടെ കണ്ണൂരിൽ ചർച്ചയാകുന്നത്? എന്തായാലും കണ്ണൂരിൽ സീറ്റിൽ മത്സരിക്കാൻ ഉറച്ചു തന്നെയാണ് കെ സുധാകരൻ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ക്യാമ്പിനോട് അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളോടൊക്കെ സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് കണ്ണൂരിൽ തന്നെ താൻ തന്നെ മത്സരിക്കും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തോട് ചില ഫോർമുലകളൊക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആര് വേണമെങ്കിലും കണ്ണൂരിൽ മത്സരിപ്പിക്കാം എന്നുള്ളൊരു ഫോർമുലയൊക്കെ മുന്നോട്ട് വെച്ചെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ കെ സുധാകരൻ നിലവിൽ തയ്യാറായിട്ടില്ല. അതിനെ തുടർന്നാണ് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. അതിനുശേഷം അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചെങ്കിൽ പോലും അദ്ദേഹം പോകാൻ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഡൽഹിയിലേക്ക് പോകുകയുള്ളൂ എന്നാണ് കെ സുധാകരന്റെ ഇപ്പോഴത്തെ നിലപാട്. നിലവിൽ ഇത് അത്തരത്തിലുള്ള ഒരു ഉറപ്പും ഹൈക്കമാൻഡ് കെ സുധാകരന് നൽകിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ക്യാമ്പിന് നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസവും രമേശ് ചെന്നിത്തല ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഇന്ന് രാവിലെയും രമേശ് ചെന്നിത്തല വിളിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ആ കെ സുധാകരൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കണം എന്നുള്ളൊരു നിലപാടാണുള്ളത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും ഒരു ഉറപ്പ് കൊടുക്കാൻ കെ സുധാകരന് കഴിയുന്നില്ല. അത് ഹൈക്കമാൻഡിനാണ് ആ തീരുമാനം വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇതുവരെയ്ക്കും ഒരു അന്തിമ തീരുമാനം എടുക്കാത്തൊരു സാഹചര്യത്തിൽ ഡൽഹിയിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയ്ക്കും ഒരു വ്യക്തതയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ തന്നെ കണ്ണൂരിൽ പറയുന്നത് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനും UDF-നും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് അവർ വച്ചു പുലർത്തുന്നത്. നിലവിൽ 11 മണ്ഡലങ്ങളുള്ള കണ്ണൂർ ജില്ലയിൽ 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അത് ഇത്തവണയെങ്കിലും 5 സീറ്റായെങ്കിലും ഉയർത്തണമെന്നുള്ളൊരു ആഗ്രഹം കോൺഗ്രസ് UDF-നും ഉണ്ട്. അതുകൊണ്ട് കെ സുധാകരൻ മത്സരിച്ചു കഴിഞ്ഞാൽ അത് അടുത്തുള്ള മണ്ഡലങ്ങളിലും കണ്ണൂർ ജില്ലയിലാകെ തന്നെ അത് വലിയ നേട്ടമുണ്ടാക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അവർ വച്ചു പുലർത്തുന്നത്. മറിച്ചാണെങ്കിൽ കെ സുധാകരനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ അത് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അദ്ദേഹത്തിന്റെ അനുയായികളടക്കം അതിൽ കടുത്ത അതൃപ്തി അറിയിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കണ്ടതും അതാണ്. നിലവിൽ എന്തായാലും ഒരു ഫോർമുലയ്ക്കും വഴങ്ങാതെ കെ സുധാകരൻ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. കണ്ണൂരിൽ തന്നെ മത്സരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മളും കരുതുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിനായി വീട്ടിൽ ചെന്നുവെങ്കിൽ പോലും രാവിലെ ഈ രമേശ് ചെന്നിത്തല വീണ്ടും അദ്ദേഹത്തെ ഫോൺ വിളിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കരുതെന്നും നിലപാട് മയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കരുതെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളോട് അദ്ദേഹം തുറന്ന് സംസാരിക്കാതെ. എന്തായാലും വലിയ വൈകാരികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. വലിയ രീതിയിൽ തങ്ങളുടെ നേതാവിന് മുറിവേറ്റു എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഒക്കെ ഉള്ളത്. എന്തായാലും ഈ തീരുമാനം ഈ കോൺഗ്രസിനകത്ത് ഒരു കീറാമുട്ടിയായി ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ 16-ാം തീയതി കെ സുധാകരൻ ഡൽഹിക്ക് പോകുമോ എന്നുള്ളൊരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.